ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 6 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 10 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരിക. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന പഞ്ചായത്ത് റബ്ബറൈസ്ഡ് ടാറിംഗ് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗേറ്റ് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വലിപ്പമുള്ള സ്ലൈഡിങ്ങിനും ഫോൾഡിങ്ങിനും തുറക്കാവുന്ന മറ്റൊരു ഗേറ്റും നമുക്ക് കാണാം. 2 സൈഡിലും വഴി വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രൈവസി ലഭിക്കുന്ന രീതിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 17 അടിയോളം വരുന്ന വലിപ്പമുള്ള ഗേറ്റ് തന്നെയാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 5 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം വീടിൻ്റെ ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. കടപ്പക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. വടക്കിഴക്കേ മൂലയിലായി കിണറിൻ്റെ സ്ഥാനം നമുക്ക് കാണാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളൊരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി വീടിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലേക്കെല്ലാം പോയി നോക്കാം. അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ കാണാൻ കഴിയും. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഫ്രണ്ട് ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. ഫ്രണ്ടിലെ ഡോർ കൊടുത്തിട്ടുള്ളത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ തുറന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിന് തുറക്കാവുന്ന ഡോറാണ്. കയറി വരുന്നത് വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല വലിപ്പമുള്ള ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി വലിപ്പമുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. മനോഹരമായാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായൊരു ഡൈനിങ് ഹാൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള 2 ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് 2 ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും പോകാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ഇൻഡോർ പ്ലാന്റുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസ് എല്ലാം കൊടുത്താണ് ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് കാണാം. വലിപ്പമുള്ളൊരു കിച്ചൺ ഇവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് കിച്ചൻ്റെ നിർമ്മാണം. അഡ്വാൻസ്ഡോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് കാണാം. കൂടാതെ ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്ന കിഴക്ക് ഭാഗത്തേക്കാണ്. അവിടെയായി ഒരു ചിമ്മിനിയും ഹോബെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോവേണ്ടത്. ഹോളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഏകദേശം 130 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. ഇവിടെയും 2 ഭിത്തിയിൽ വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും ഒരു കോർണറിലായി കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ലഭിക്കുക. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് മനോഹരമായാണ് ആ ഒരു ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 2ാമത്തെ ബെഡ്റൂം ഈ ഒരു ഭാഗത്താണ്. 150 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്.
ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ മോഡലാണ് ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരിക. ഇതും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയർ കേസിന്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെല്ലിനായി ടഫൻ ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കയറി ഒന്നാമത്തെ നിലയിലേക്ക് വരാം. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഇവിടെയായി ഒരു ഷാൻഡിയർ ലൈറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് തന്നെയാണ്. സ്റ്റെയർ കേസ് കയറി വരുന്നത് വിശാലമായ ഒരു ഹോളിലേക്കാണ്. താഴെ കണ്ട പോലെ തന്നെ വലിപ്പമുള്ള ഒരു ഹോൾ ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഹോളിൽ നിന്ന് നമുക്ക് മുകളിലെ നിലയിലായി 3 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് ലഭിക്കുക. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ വരുന്ന വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം ചെയ്ത് ബേ വിൻഡോ മോഡലിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 ഭിത്തിയിലും 3 പാളിയുടെ വിൻഡോ എല്ലാ ബെഡ്റൂമിനായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചവും എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 3 ബെഡ്റൂമും ബാത്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂം ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും നിർമ്മാണം. ഇതിനും വലിപ്പമുള്ളൊരു ബാത്റൂം ലഭിക്കുന്നുണ്ട്. ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ ബാത്റൂമുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ്. ഇവിടെയും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. മൾട്ടിവുഡ് ആയതുകൊണ്ട് തന്നെ നനഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് അതിൻ്റെ അകത്തുള്ള സ്റ്റോറേജ് സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂം വരിക. ഇത് ഏകദേശം 150 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. വലിപ്പമുള്ളൊരു ബാൽക്കണി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം 2020 പഞ്ചായത്തിൽ ടൗണിൽ നിന്നും ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രം ദൂരത്തായി നിൽക്കുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 250 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 6 സെന്റിൽ 3000 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 1,25,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.